ഓണത്തിന്റെ അന്ന് പരമാവധി വീട്ടിലുണ്ടാവാൻ നോക്കും. അല്ലാത്ത സമയത്ത് നമ്മുടെ ജോലിയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പുറത്ത് മറ്റുള്ള ആളുകളുടെ ആഘോഷത്തിന്റെ ഭാഗം കൂടി ആവാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതൊരു വലിയ ഭാഗ്യമായിട്ട് വിചാരിച്ചു. അവരുടെ ഓണം ആഘോഷിക്കുന്നത് മിഡ്ഈസ്റ്റൊക്കെ ആണെങ്കിൽ ഓണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുതൽ അടുത്ത ക്രിസ്മസ് വരെ അവരുടെ ഓണാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ പല സ്ഥലങ്ങളിലായിട്ട് എത്രയോ തവണ ഓണാഘോഷിക്കാനുള്ള അവസരം കിട്ടാറുണ്ട്. വലിയ സന്തോഷമാണ്. നമസ്കാരം, ഞാൻ സിതാരയാണ്. ഗൃഹാതൃതമായ ഒരുപാട് ഓർമ്മകൾ പൂത്തുലയുന്ന പൊന്നോണം ഇങ്ങെത്തിക്കഴിഞ്ഞില്ലേ? ഓർമ്മയ്ക്ക് പേരാണിന്നോണം, പൂർവ്വ നേരിന്റെ നിലവാണിന്നോണം, ഓർക്കുവാൻ എന്തെങ്കിലും വേണമെന്നുള്ള വാക്കിന്റെ നിറവാണിന്നോണം. സ്വാഗതം. ഒത്തിരി സ്നേഹത്തോടെ ദേ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. നിങ്ങളോട് കൂട്ടുകൂടാൻ ഇത്തിരി നേരം. ഓണത്തിന്റെ ഓർമ്മകളും രുചികളും ആഘോഷങ്ങളും ഒരിക്കലും മലയാളികൾ മറക്കുന്നേയില്ല. അത് ഇന്ന് നമുക്ക് ആസ്വദിച്ചുകൊണ്ടിരിക്കാം. ഓർമ്മപ്പൂക്കളൊരുക്കി സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സ്മൃതികൾ ഉണർത്തുന്ന സിത്താര കൃഷ്ണകുമാറിന്റെ ഓണസ്മൃതികളും ഒരുപിടി ഈണങ്ങളും. നിർവഹണം റസിയ മുട്ടിൽ. വർണ്ണങ്ങൾ വാരി വിതറിയ ആഘോഷത്തിമിർപ്പില് പൂക്കളമൊരുക്കി ഊഞ്ഞാലാടി ഓണക്കോടി ഉടുത്ത് ഏറ്റവും ആവേശത്തോടെയാണല്ലേ ഓണത്തെ വരവേൽക്കുന്നത്, അല്ലേ? അതെ അതെ, ആഘോഷത്തിമിർപ്പിൽ ഓണത്തുമ്പികളും ഉണ്ടാകും കൂട്ടുചേരാൻ. തുമ്പച്ചോറും ഓണസദ്യയും എല്ലാം പിന്നെ ഓർമ്മകളിൽ ആ ഓണനാളുകൾ ഉണരുകയായി. ഇല്ലവും വല്ലവും നിറയുന്ന ഓണക്കാലം മലയാളിക്ക് ഓർമ്മക്കാലം കൂടിയാണല്ലേ? വിളവെടുപ്പിന്റെ ഉത്സവം ഇന്ന് വിപണിയുടെ ഉത്സവമായി മാറിയെങ്കിൽ ഓർമ്മകളിലെ ഓണത്തിന് ഇന്നും പത്തരമാറ്റി തിളക്കം, അല്ലേ? തീർച്ചയായും. കാലം ഏറെ കഴിഞ്ഞെങ്കിലും തുമ്പപ്പൂവും ഓണത്തുമ്പിയും അത്തപ്പൂക്കളവും വള്ളംകളിയും എല്ലാം ഗൃഹാതുരത്വത്തിന്റെ ഈറ്റില്ലങ്ങളാണ്. മനസ്സുടക്കുന്ന മണാണ് അടുക്കളയിൽ. ഊട്ടുരുളിയിൽ ചട്ടകം താളം പിടിക്കുന്നു. രുചിയോർമ്മ നിറച്ച തൂശനിലയിൽ തുമ്പപ്പൂ ചോറ് വിളമ്പാം. പപ്പടം, ഉപ്പേരി, പായസം, സ്നേഹം താളിച്ചു ചേർത്ത അമ്മയുടെ കൈപ്പുണ്യം എല്ലാം ഓർമ്മകളിൽ ഉണരുകയായി. നമസ്കാരം, ഞാൻ സിതാരയാണ്. ഗൃഹാതൃതമായ ഒരുപാട് ഓർമ്മകൾ പൂത്തുലയുന്ന പൊന്നോണം ഇങ്ങെത്തിക്കഴിഞ്ഞില്ലേ? മനസ്സിലാകെ ബാല്യകാലത്തെ ഓണസ്മൃതികൾ തുടിയൊട്ടുന്നുണ്ടാവും. എന്തൊക്കെയാ പറയാനുള്ളേ? ഓണം എന്ന് പറയുന്നത് എല്ലാവരും പോലെ എനിക്ക് കുട്ടിക്കാലത്ത് ഓർമ്മയാണ് കൂടുതലുള്ളത്. ഞങ്ങൾ എന്റെ അച്ഛനും അച്ഛനൊക്കെ വീട്ടിലായിരുന്നു എപ്പോഴും ഓണം ആഘോഷിക്കാറുണ്ടായിരുന്നത്. കസിൻസ് എല്ലാവരും കൂടി ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാ കുട്ടികളെയും പോലെ നല്ല കുറെ ഓർമ്മകൾ ഉണ്ട് ചെറുപ്പകാലത്ത്. അച്ഛനെ കുറച്ച് പലഹാരങ്ങളും പഴങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പൊ അത് കൊടുക്കാനൊക്കെ ഞങ്ങളൊക്കെയാണ് പോയിരുന്നത്. പിന്നെ ടെലിവിഷൻ ഓണത്തിന്റെ കാലത്തൊക്കെയാണ് ഞങ്ങളുടെ കുട്ടികൾ. അപ്പൊ അതുകൊണ്ട് ടിവിയിൽ അങ്ങനത്തെ പ്രോഗ്രാംസും കാര്യങ്ങളും കാണുന്നതും ഒക്കെ ആഘോഷത്തിന്റെ ഭാഗമായിരുന്നു. പൂക്കള് എനിക്ക് ആ സമയത്ത് കുറച്ചൊക്കെ വാങ്ങാറുണ്ടായിരുന്നു. പിന്നെ ബാക്കി ആ ഓണക്കാലത്ത് മാത്രമായിട്ട് പൊടിയിലൊക്കെ ഉണ്ടാവുന്ന ചില പുതിയ പൂക്കൾ അതൊക്കെ പറിച്ചിട്ട് പിന്നെ ഇലയൊക്കെ മുറിച്ച് അങ്ങനെയൊക്കെ വളരെ സന്തോഷമുള്ള ഓണം തന്നെയായിരുന്നു. ഇന്നത്തെ പോലെ ഇപ്പൊ തുമ്പയും ഇതൊന്നും കാണാനില്ലല്ലോ. നമുക്ക് തുമ്പ അതുപോലെ കൊങ്ങിണിപ്പൂക്കളൊന്നും കുറവല്ലേ. അപ്പൊ അന്നൊക്കെ എങ്ങനെയായിരുന്നു? തുമ്പയും കാക്കപ്പൂവും കൊങ്ങിണിപ്പൂവും ഒക്കെ ധാരാളം ഉള്ള സമയം. ഈ പൂക്കളൊക്കെ ധാരാളം എന്ന് പറയാൻ പറ്റില്ല, കുറഞ്ഞു തുടങ്ങിയിരുന്നു ആ സമയത്തും. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ പൂക്കളൊന്നും കാണാത്തൊരു കുട്ടിക്കാലമൊന്നുമല്ല. എല്ലാ പൂക്കളും കണ്ടിട്ടുണ്ട്. സ്കൂളിലൊക്കെ എങ്ങനെയാണ് ആഘോഷിച്ചിരുന്നേ? സ്കൂളിന്റെ സ്ഥിരമായിട്ടുള്ള ആഘോഷങ്ങള് അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം ആ സമയത്ത് ഓണക്കാലത്ത് പ്രത്യേക പരിപാടികൾ ഉണ്ടാവും. അപ്പൊ നമ്മളും അതിന്റെ ഭാഗമാവും. പിന്നെ പാട്ട്, സ്കൂളിന്റേതായിട്ടുള്ള ചില ആഘോഷ രീതികൾ ഉണ്ടല്ലോ പൊതുവെ ക്ലാസ്സിലുണ്ട്. പരീക്ഷ ടീമിനോട് കൂടിയിട്ടുണ്ടാവണം. അപ്പൊ അതൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ താരങ്ങളോടൊപ്പം അങ്ങനെ സിംഗേഴ്സോ അതുപോലെ ഫിലിം സ്റ്റാർസിന്റെ കൂടെ പക്ഷെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? പ്രൊഫഷന്റെ ഭാഗമായിട്ട് എപ്പോഴും ഓണം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലായിരിക്കുമല്ലോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ. ഇത് അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ്. മിക്കപ്പോഴും നമ്മൾ യാത്രയിലായിരിക്കും. പിന്നെ ഓണത്തിന്റെ അന്ന് പരമാവധി വീട്ടിലുണ്ടാവാൻ നോക്കും.
അല്ലാത്ത സമയത്ത് നമ്മുടെ ജോലിയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പുറത്ത് മറ്റുള്ള ആളുകളുടെ ആഘോഷത്തിന്റെ ഭാഗം കൂടി ആവാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ ഭാഗ്യമായിട്ട് വിചാരിച്ചു. അവരുടെ ഓണം ആഘോഷിക്കുമ്പോൾ ലക്കീസിനൊക്കെ ആണെങ്കിൽ ഓണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുതൽ അടുത്ത് ക്രിസ്മസ് വരെ അവരുടെ ഓണാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ പല സ്ഥലങ്ങളിലായിട്ട് എത്രയോ തവണ ഓണം ആഘോഷിക്കാനുള്ള അവസരം കിട്ടാറുണ്ട്. വലിയ സന്തോഷമാണ്. നെഞ്ച് നിറയണ പൂങ്കിനാവേ തുമ്പപ്പൂ പെയ്യണ പൂനിലാവേ ഏന നെഞ്ച് നിറയണ പൂങ്കിനാവേ എത്ര നാള് കൊതിച്ചിരുന്ന് നിന്നെ ഏനെന്നും തേനൂറും പൂവാണെന്ന് നിന്നെ ഏനെന്നും തേനൂറും പൂവാണെന്ന് ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അജിത് ആന്റണി, ഞാൻ റസിയ. വീണ്ടും പ്രിയപ്പെട്ട സിത്താര കൃഷ്ണകുമാറിന്റെ ഒരുപിടി ഓർമ്മകളും ഈണങ്ങളുമായി ഞങ്ങളെത്തും. കാത്തിരിക്കുക. ഞങ്ങളുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഓണാശംസകളോടെ നന്ദി, നമസ്കാരം. നിർവഹണം റസിയ മുട്ടിൽ.